തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയല്ല എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം നാളെ തുടങ്ങുമെന്ന് ധനമന്ത്രി. പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് 900 കോടി. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 3 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ട് റോസ് അവന്യൂ കോടതി. സിബിഐ ആവശ്യപ്പെട്ടത് 5 ദിവസത്തെ കസ്റ്റഡി. ആം ആദ്മി പാർട്ടിയും താനും തെറ്റ് ചെയ്തിട്ടില്ലെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നെന്നും കെജ്രിവാൾ കോടതിയിൽ. സിബിഐ കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇഡി കേസിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ. മദ്യനയ അഴിമതി കേസിൽ ഉത്തരവാദിത്തം കേജ്രിവാൾ സിസോദിയയ്ക്ക് മേൽ വെക്കുന്നുവെന്ന സിബിഐ വാദത്തിൽ മനീഷ് സിസോദിയയ്ക്കെതിരെ കേജ്രിവാളിന്റെ മൊഴിയില്ലെന്ന റോസ് അവന്യൂ കോടതി. സിസോദിയയോ മറ്റേതെങ്കിലും വ്യക്തികളെയോ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കേജ്രിവാൾ. സിസോദിയ നിരപരാധിയാണെന്നും കേജ്രിവാൾ. മദ്യനയ കേസിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ നടപടി ഹൈക്കോടതിയുടെ പൂർണ്ണ ഉത്തരവ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് അനുമതി നൽകി സുപ്രീം കോടതി. സിബിഐ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിൽ കാലവർഷം സീസണിൽ ഏറ്റവും വലിയ മഴ ലഭിച്ച സംസ്ഥാനം. സംസ്ഥാനത്ത് വരുന്ന 3 ദിവസം തീവ്ര മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 9 ജില്ലകളിൽ NDRF ടീമിനെ നിയോഗിച്ചെന്ന മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, മൂന്നാർ മേഖലകളിൽ മഴ ശക്തം. പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കല്ലാർകുട്ടി ഡാം തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. പെരിയാർ തീരത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം. ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ലക്ഷദ്വീപിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. കടൽ പ്രക്ഷുബ്ധമാകുവാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങൾക്ക് അടുത്ത ബോട്ടുകളും ചെറുവള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും കടലുമായി ബന്ധപ്പെട്ട വിനോദ പരിപാടികൾ ഒഴിവാക്കുവാനും നിർദ്ദേശം. ഇടുക്കി, മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത്. യാത്ര നിരോധിക്കാൻ പോലീസിന് കർശന നിർദ്ദേശം. ഉത്തരവ് ലംഘിച്ചാൽ കടുത്ത നടപടിയെന്ന് പോലീസ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി വിധി ഉടൻ നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാർ മറുപടി. വിധി നടപ്പാക്കാത്തതിലെ കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പള്ളിത്തർക്കത്തിൽ നിലപാട് മയപ്പെടുത്തുന്ന പോലീസ് നടപടി പ്രഹസനമെന്നും കോടതി. ലോക്സഭയുടെ നാഥനായി ചുമതലയേറ്റ് ഓം ബിർള. പ്രധാനമന്ത്രിയുടെ പ്രമേയം അംഗീകരിച്ചത്
ശബ്ദ വോട്ടോടെ. സ്പീക്കറുടെ ചുമതല കഠിനമെന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷത്തിന്റേത് ജനങ്ങളുടെ ശബ്ദമെന്നും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഓർമ്മിപ്പിച്ച് രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ കടന്നാക്രമിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അടിയന്തരാവസ്ഥയെ അപലപിച്ച് സ്പീക്കറുടെ ആദ്യ പ്രസംഗം. ഇന്ദിരാഗാന്ധി ഭരണഘടന മരവിപ്പിച്ച് മുന്നോട്ട് പോയ പ്രധാനമന്ത്രി എന്ന പരാമർശം. ഓം ബിർളയുടെ പ്രസംഗം കോൺഗ്രസ് പ്രതിഷേധം വകവയ്ക്കാതെ. പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയുടെ ആദ്യ പ്രസംഗത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ഭരണഘടന മരവിപ്പിച്ച് മുന്നോട്ടു പോയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികൾ 50 വർഷം കഴിഞ്ഞാലും ഇന്ത്യൻ ജനത മറക്കില്ല എന്ന പരാമർശത്തിൽ ബഹളം. പ്രതിപക്ഷ ബഹളം കണക്കിലെടുക്കാതെ പ്രസംഗം പൂർത്തിയാക്കി സ്പീക്കർ ഓം ബിർള. സഭ നാളത്തേക്ക് പിരിഞ്ഞതായും സ്പീക്കർ. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി CPM നേതാക്കൾക്ക് പങ്കെന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ വിവാദം കൊഴുക്കുന്നു. മനുവിനെ ഫേസ്ബുക്കിലൂടെ കടന്നാക്രമിച്ച P. ജയരാജൻ. തുറന്ന സംവാദത്തിന് വിളിച്ച മനു തോമസ് ജയരാജൻ കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം കൈപ്പറ്റിയെന്നും ജയരാജന്റെ പ്രതികരണം സ്വന്തം ഫാൻസുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കണ്ടന്റെന്നും ആരോപണം. പാർട്ടി വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ P. ജയരാജൻ. മനു തോമസിന് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് CPIM വിട്ടതിനാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രവർത്തിക്കാതെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടിയെന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനെന്നും ജയരാജൻ. ആരെങ്കിലും ലക്ഷ്യം വെച്ച് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ അതിന് പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും മനു തോമസിന് P. ജയരാജന്റെ മറുപടി. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിനെ കുഴപ്പിച്ചു പ്രതി. കുറ്റം സമ്മതിച്ചെങ്കിലും പ്രതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. തമിഴ്നാട് പോലീസ് സംഘം കേരളത്തിൽ. കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തുവരുവാൻ സമയമെടുക്കുമെന്നും പോലീസ്. പന്തരങ്കാവ് കേസിൽ പരാതിക്കാരിയുടെ മൊഴിമാറ്റത്തിൽ വിശദീകരണവുമായി പോലീസ്. മൊഴിമാറ്റിയത് പ്രതി രാഹുലിന്റെ ഭീഷണിയും സ്വാധീനവും കൊണ്ടാകാമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്ന പ്രതിയുടെ ആവശ്യം തള്ളണമെന്നും പോലീസ്. സംസ്ഥാനത്ത് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ച സ്പീക്കർ. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ദേശീയ പ്രശ്നമെന്നും സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നിൽക്കില്ലെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ. +1 സീറ്റ് പ്രതിസന്ധിയിലും നീറ്റ് വിഷയത്തിലും സഭയിൽ ചർച്ച. നീറ്റ് UGC പ്രവേശന പരീക്ഷാ തട്ടിപ്പിൽ കടുത്ത ആശങ്ക അറിയിച്ച് കേരള നിയമസഭയുടെ ഉപക്ഷേപം. തട്ടിപ്പിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. NDAയും കേന്ദ്ര സർക്കാരും വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് മന്ത്രി R. ബിന്ദു. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ വീണ്ടും പോസ്റ്റർ. ജനങ്ങൾ കൈവിട്ട രമ്യ ആലത്തൂരിൽ വീണ്ടും കെട്ടിയിറക്കരുതെന്ന പോസ്റ്ററിൽ സ്റ്റിക്കറോടുകൂടിയ നോട്ടീസ്. പുതുവഴി പള്ളിപ്പടി ബസ് സ്റ്റോപ്പിൽ. പോസ്റ്ററുകൾ സേവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ. അരിവാൾ രോഗം ബാധിച്ച് അട്ടപ്പാടിയിൽ വീണ്ടും മരണം. മരിച്ചത് വടക്കോട്ടത്തറ ഊരിലെ വെള്ളിങ്കിരിയുടെ മകൾ അമൃതലക്ഷ്മി. മരണം കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 15 ദിവസത്തിനിടെ മൂന്നാമത്തെ അരിവാൾ രോഗമരണം.
പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട വ്യവസായശാലകൾക്കെതിരെ നടപടി. CJ ലൂബ്രിക്കൻസ് താൽക്കാലികമായി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസ്. മാലിന്യം ഒഴുക്കിയെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. ഫാക്ടറിയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. നടപടി പരിശോധനാ ഫലം ലഭിച്ച ശേഷം. തുമ്പാക്ക് ഇൻഫ്രാ പാർക്കിൽ RMC കോൺക്രീറ്റ് റെഡിമിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി. ജനവാസ മേഖലയിലും റോഡിലും യന്ത്രഭാഗങ്ങൾ തെറിച്ചു വീണു. വൻ അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധിച്ച് പ്രദേശവാസികൾ. തൃശൂരിൽ മിനി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്ക്. അപകടം ഏങ്ങണ്ടിയൂർ ചേറ്റുവേൽ വീട്ടിൽ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ. പരിക്കേറ്റത് വാടാനപ്പള്ളി സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ജിമ്മിക്ക്. സ്ഫോടനത്തെ തുടർന്ന് വീടിനുള്ളിൽ സൂക്ഷിച്ച സാധനങ്ങൾക്ക് തീ പടർന്നു. വയനാട് തലപ്പുഴ വനമേഖലയിൽ കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കി. സ്പെഷ്യൽ ഗ്രൂപ്പ് സംഘങ്ങൾ വനത്തിൽ തുടരുന്നു. UAPA അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുക്കാൻ പോലീസ്. കണ്ടെത്തിയത് ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റനേറ്ററും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ. തണ്ടർബോൾട്ടിനെതിരായ ആക്രമണത്തിന് മാവോയിസ്റ്റുകൾ കുഴിച്ചിട്ടത് എന്ന് പ്രാഥമിക നിഗമനം. മന്ത്രി മുഹമ്മദ് റിയാസുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. താൻ റിയാസിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ കണ്ടെത്തലെന്നും വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നും കടകംപള്ളി. ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയതെന്നും MLA. വിവാദമായത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്ന കടകംപള്ളിയുടെ നിയമസഭയിലെ വിമർശനം. ജീവനക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയം കമ്പനിയിൽ അടയ്ക്കാതെ KSRTC. വിവരാവകാശ രേഖ പ്രകാരം 2 വർഷത്തിനിടെ ജീവനക്കാരിൽ നിന്ന് 2 വർഷത്തിനിടെ 53 കോടി പിടിച്ചപ്പോൾ ഇൻഷുറൻസിനായി അടച്ചത് 5 കോടിയെന്ന് കണക്കുകൾ. ഇൻഷുറൻസ് പ്രീമിയം മുടങ്ങുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ജീവനക്കാർ. പ്രീമിയം മുടങ്ങിയതിനാൽ സർവീസിൽ ഇരിക്കെ മരിച്ച ജീവനക്കാരുടെ ആശ്രിതർക്ക് നേരത്തെ സഹായം മുടങ്ങിയിരുന്നു. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. പരിഷ്കൃത കാലഘട്ടത്തിലാണ് പോലീസ് സേനയുള്ളതെന്ന് ഓർമ്മിക്കണം. മറ്റ് സർക്കാർ ഓഫീസ് പോലെ ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾക്ക് കയറി ചെല്ലാനാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. കോടതി പരാമർശം. ആലത്തൂരിൽ കോടതി ഉത്തരവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് SI മോശമായി പെരുമാറിയ കേസിൽ വയനാട്ടിൽ 20 വർഷം പഴക്കമുള്ള ചന്ദനമരം മോഷണം പോയി. മോഷണം ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ. മുറിച്ചു കടത്തിയത് പുൽപ്പള്ളി ടൗണിലെ ലെക്സിൽ ടൂറിസ്റ്റ് ഹോമിന്റെ മുറ്റത്ത് നിന്നിരുന്ന ചന്ദനമരം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുൽപ്പള്ളി പോലീസിലും വനം വകുപ്പിനും പരാതി നൽകി ടൂറിസ്റ്റ് ഹോം അധികൃതർ. LDF സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും സമസ്ത പിന്തുണയ്ക്കുന്നില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട്. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അടുപ്പമോ എതിർപ്പോ ഇല്ലെന്നും സമസ്ത പ്രസിഡന്റ്. സുന്നി ഐക്യശ്രമം ഇപ്പോഴും സജീവമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഐക്യം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് ഏകോപന സമിതി രൂപീകരിക്കുമെന്നും കാന്തപുരം ന്യൂസ് മലയാളത്തോട്.
കൊച്ചി മാടവനയിൽ കല്ലട ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡുകളുടെ ഗുണനിലവാരം എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കണം. അപകടം നടന്ന ദേശീയപാതയിൽ കർശനം കുറവായിരുന്നു. ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നെന്നും RTOയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊക്കൈൻ കടത്തിയ കേസിൽ അന്വേഷണം ഊർജിതം. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ DRI. കടത്തിയത് 32,87,00,000 രൂപയുടെ കൊക്കൈൻ. പ്രതികൾ 2 തവണ ദില്ലിയിൽ എത്തിയിരുന്നതായും കണ്ടെത്തൽ. കണ്ണൂർ തളിപ്പറമ്പിൽ കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കുപ്പം സ്വദേശികളായ SP മൻസൂർ, P ഷുഹൈബ് എന്നിവർ. ഇവരിൽ നിന്നും 4.638 ഗ്രാം MDMA പിടിച്ചെടുത്തു. പിടിയിലായത് ശ്രീകണ്ഠാപുരത്തു നിന്നും MDMA വാങ്ങി കാറിൽ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പേ. കണ്ണൂർ മുണ്ടേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. പിടിയിലായത് കാസർഗോഡ് സ്വദേശികളായ SK റിയാസ്, SK ഷമാസ്, SK അമർ, യൂനിസ് അൻസാരി, ജോബിൻ എന്നിവർ. മുണ്ടേരി കണ്ടിച്ചിറ സ്വദേശി സുറൂറിനെ തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ. തട്ടിക്കൊണ്ടുപോകാൻ കാരണം പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് ചക്കരക്കൽ പോലീസ്. പത്തനംതിട്ട അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഗേറ്റിനിടയിൽ നായ കുടുങ്ങി. അടൂർ ഫയർഫോഴ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് നായയെ രക്ഷിച്ചത്. കോട്ടയത്ത് റബ്ബർ പുരയ്ക്ക് തീപിടിച്ചു. അപകടം മേലുകാവ് നീലൂരിൽ. തീപിടിച്ചത് പ്ലാഷനാൽ ജോഷിയുടെ റബ്ബർ പുരയ്ക്ക്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഉണക്കാൻ സൂക്ഷിച്ച 1500 കിലോ റബ്ബർ കത്തി നശിച്ചതായി പരാതി. പാലക്കാട് ശ്രീകൃഷ്ണപുരം കാഞ്ഞിരപ്പാറയിൽ സ്കൂൾ ബസും സ്കൂട്ടറും ഇടിച്ച് ഒരു മരണം. മരിച്ചത് സ്കൂട്ടർ യാത്രികനായ കാഞ്ഞിരപ്പാറ സ്വദേശി സ്വാമിനാഥൻ. അപകടം ഇന്ന് രാവിലെയോടെ. കൊടുങ്ങല്ലൂരിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മേത്തല കൈതക്കാട്ട് സനലിന്റെ മകൻ അമൽകൃഷ്ണ. ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ അമൽകൃഷ്ണ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം അമ്പലത്തറയിൽ പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ മോഷണം. കവർച്ച നടന്നത് SN വെജിറ്റബിൾസ് എന്ന കടയിൽ നിന്ന് മോഷണം പോയത് 3,60,000 രൂപ. മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പൂന്തുറ പോലീസ്. ഗുരുവായൂർ കോട്ടപ്പടി പള്ളിക്കടുത്ത് റോഡരികിൽ നിന്നിരുന്ന കെട്ടിടം നിലം പൊത്തി. വർഷങ്ങളായി നാശാവസ്ഥയിലായിരുന്ന കെട്ടിടം നിലം പതിച്ചത് കനത്ത മഴയെ തുടർന്ന്. അപകടം നടന്നത് രാവിലെ. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് കാണിച്ച് നിരവധി പേർ നേരത്തെ പരാതി നൽകിയിരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് 2ാം വർഷ MBBS വിദ്യാർത്ഥി വിഷ്ണു. സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഷ്ണുവിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പ്രാഥമിക നിഗമനം. ടാറ്റ ഗ്രൂപ്പ് സർക്കാരിന് കൈമാറിയ കാസർഗോഡ് കോവിഡ് ആശുപത്രി കണ്ടെയ്നറുകൾ വിൽപ്പനയ്ക്ക്. സർക്കാർ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ചായക്കടയും വിശ്രമ കേന്ദ്രവും കോഫി കഫേയും ഗോഡൌണുമാക്കാൻ തീരുമാനം. നിർമ്മാണം പൂർത്തിയാക്കി സർക്കാരിന് കൈമാറിയ കണ്ടെയ്നറുകൾ പൂട്ടിക്കിടക്കുന്നത് സർക്കാരിന്റെ അനാസ്ഥ മൂലം.
മൃഗശല്യത്തെ തുടർന്ന് ക്യാമറ സ്ഥാപിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറ സ്ഥാപിച്ചത് പത്തനംതിട്ട പെരുന്നാട് ലാഹ എസ്റ്റേറ്റിൽ. പ്രദേശത്ത് വീണ്ടും വന്യമൃഗ സാന്നിധ്യം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയോടെ. വന്യമൃഗത്തെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാതെ കൂട് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് വനം വകുപ്പ്. പത്തനംതിട്ട കൊടുമണ്ണിലെ വിവാദ ഓട നിർമ്മാണത്തിൽ റോഡ് പണി തുടരാൻ നിർദ്ദേശിച്ച് പൊതുമരാമത്ത് വകുപ്പ്. വിവാദ ഓടയുടെ ഭാഗം ഒഴിച്ചുള്ള നിർമ്മാണം തുടരാനാണ് നിർദ്ദേശം. റവന്യൂ വകുപ്പിന്റെ പുറമ്പോക്ക് സർവേ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും വിവാദ ഭാഗത്തെ നിർമ്മാണം. തീരുമാനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കത്ത് നൽകിയതിനെ തുടർന്ന്. ന്യൂസ് മലയാളം ഇംപാക്ട്. വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്കൂൾ പൂട്ടാൻ ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ ഉത്തരവ്. സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. റെയിൽവേ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി നടപ്പിലാക്കിയ രക്ഷക് പദ്ധതി അവതാളത്തിൽ. ഉത്തരവിറക്കി 6 വർഷം പിന്നിട്ടിട്ടും കേരളത്തിൽ ഉപകരണങ്ങൾ എത്തിയില്ല. സുരക്ഷാതാളം തെറ്റുന്ന പാളത്തിൽ പൊലിയുന്ന മനുഷ്യജീവനുകൾക്ക് പുല്ലുവില. പാകിസ്ഥാനിൽ ജോലി ചെയ്തതുകൊണ്ട് ഒരാളെ ശത്രുവായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി. ഇന്ത്യൻ പൗരൻ പാകിസ്ഥാനിൽ ജോലി ചെയ്തതുകൊണ്ട് അയാളെ ശത്രുവായി കാണാനോ അയാളുടേത് ശത്രു സ്വത്തായി മുദ്രകുത്താനോ ആകില്ല. കോടതി നിരീക്ഷണം. പരപ്പനങ്ങാടി സ്വദേശി നൽകിയ ഹർജിയിൽ. ഹർജി നൽകിയത് പിതാവ് പാകിസ്ഥാനിൽ ജോലി ചെയ്തതിനാൽ കരമെടുക്കുവാൻ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്ന്. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി. പ്രജ്വലിനെതിരെ പുതിയ ഒരു എഫ്ഐആർ കൂടി. ഇതോടെ നിലവിലുള്ള എഫ്ഐആറുകളുടെ എണ്ണം 4ആയി. ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിലെ ഗണ്ടോ മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് ഇന്ന് രാവിലെ. 3 ഭീകരരുണ്ടായിരുന്നെന്നും മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുന്നതായും സൈന്യം. നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനങ്ങൾ പരീക്ഷ നടത്തുന്ന രീതിയിലേക്ക് മാറണം. UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ മമത. പാരസെറ്റമോൾ അടക്കമുള്ള 50ഓളം മരുന്നുകൾ നിലവാരമില്ലാത്തതെന്ന് അപെക്സ് ഡ്രഗ്സ് റെഗുലേറ്ററി ബോഡി. നിലവാരമില്ലാത്ത മരുന്നുകളിൽ 22 എണ്ണം നിർമ്മിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ. ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് പാന്റോപ്രസോൾ, ബാക്ടീരിയ അണുബാധയ്ക്കുള്ള ചില ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈയിൽ റഷ്യ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഇത് ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. മോദിക്ക് രാജ്യത്തേക്ക് വരാൻ തുറന്ന ക്ഷണമുണ്ടെന്ന് റഷ്യ. മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത് 2019 വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ. അന്യഗ്രഹ ജീവികൾ ഭൂമിയെ സംരക്ഷിക്കുന്നെന്നും അജ്ഞാത പേടകങ്ങൾ ഭൂമിയെ പ്രതിരോധിക്കാനെന്നുമുള്ള സിദ്ധാന്തത്തെ പിന്താങ്ങുന്നതായി പ്രശസ്ത ഗവേഷകൻ ഡോക്ടർ ഗാരി നോളൻ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയിട്ടുള്ളതിനാൽ തനിക്ക് 100% ഉറപ്പുണ്ടെന്നും ഗാരി. പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ ഗാരി നോളൻ നോബൽ പ്രൈസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ നടത്തം താൽക്കാലികമായി നിർത്തിവെച്ച് നാസ. തീരുമാനം ബഹിരാകാശ യാത്രികന്റെ സ്യൂട്ടിന്റെ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വെള്ളം ചോർന്നതിനാൽ. ഓസ്കർ 2024 അക്കാദമി അവാർഡ് നിർണയ ജൂറിയിലേക്ക് SS രാജമൗലിക്കും ഷബാന ആസ്മിക്കും ക്ഷണം. ഷബാന ആസ്മി ആക്ടേഴ്സ് ബ്രാഞ്ചിലേക്കും രാജമൗലിയെ ക്ഷണിച്ചത് സംവിധായകരുടെ ബ്രാഞ്ചിലേക്കും. ഇവരെ കൂടാതെ കോസ്റ്റ്യൂം ഡിസൈനറും രാജമൗലിയുടെ ഭാര്യയുമായ രമ രാജമൗലി, നാട്ടുനാട്ട കൊറിയോഗ്രാഫർ പ്രേം രക്ഷിത്, നിർമ്മാതാവ് റിതേഷ് സിദ്വാനി എന്നിവരും അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ക്ഷണിച്ചത് ലോകമെമ്പാടുമുള്ള 487 കലാകാരന്മാരെ. അധികൃതരുടെ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തിയാൽ ജയിൽ ശിക്ഷ നൽകാൻ ബഹ്റൈൻ. സാമ്പത്തിക ഇടപാടുകൾ, ചിട്ടികൾ, മറ്റുള്ളവരെ സഹായിക്കാനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും അനുമതി പ്രധാനമാണ്. ജയിൽ ശിക്ഷയും നാടുകടത്തലുമാണ് ശിക്ഷാവിധി. ഇത് സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സാമൂഹിക പ്രവർത്തകർ. സ്വത്ത് തർക്കത്തിൽ ഒരു കുടുംബത്തിലെ 8 പേർ കൊല്ലപ്പെട്ടു. സംഭവം പാകിസ്ഥാനിലെ പെഷവാറിൽ. കൊല്ലപ്പെട്ടവരിൽ 5 സ്ത്രീകളും 3 കുട്ടികളും. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയവർ വീട്ടിലുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമത്തിലേക്ക് നയിച്ചത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം. ഫോർമുല 1 ലോക ചാമ്പ്യനായ മൈക്കിൾ ഷൂമാക്കറുടെ കുടുംബത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അച്ഛനും മകനും അറസ്റ്റിൽ. ഷൂമാക്കറുടെ കുടുംബം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. ലക്ഷക്കണക്കിന് യൂറോ തന്നില്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഡാറ്റ ചോർത്തുമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടതായി അധികൃതർ. അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റവാളികളെ കണ്ടെത്തിയത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഗാർഹിക തൊഴിലാളികൾക്ക് രാജ്യം വിടുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി ഖത്തർ. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന ഗാർഹിക തൊഴിലാളി 5 ദിവസം മുമ്പെങ്കിലും മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ നൽകണം. തൊഴിലുടമയുടെ അനുമതിയില്ലാതെ രാജ്യം വിടാനാകില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടാൽ തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട അതോറിറ്റികളെ സമീപിക്കാമെന്നും പുതിയ നിർദ്ദേശം. റഷ്യ മുൻ പ്രതിരോധ മന്ത്രി സെർഗെ ഷൊയ്ഗു, ജനറൽ വലേറി ഗെറാസിമോവ് എന്നിവർക്ക് എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് രാജ്യാന്തര ക്രിമിനൽ കോടതി. യുക്രൈൻ അധിനിവേശത്തിനിടെ ചെയ്ത കുറ്റങ്ങൾക്കാണ് വാറണ്ട്. യുക്രൈനിലെ വൈദ്യുതി ഉത്പാദന കേന്ദ്രം തകർത്തത് പ്രധാന കുറ്റം. ഹഷ്മണി കേസിൽ ട്രംപിനെതിരെയുള്ള ഗാഗ് ഓർഡർ ഭാഗികമായി നീക്കം ചെയ്ത ന്യൂയോർക്ക് കോടതി. കോടതി അനുവദിച്ചത് വിചാരണ സാക്ഷികൾക്കെതിരെ ഉൾപ്പെടെ പ്രസംഗിക്കുവാനുള്ള അവസരം. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജൂൺ 27 നടക്കുന്ന പ്രസിഡൻഷ്യൽ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് നടപടി. ഇറ്റലിയിൽ ഇന്ത്യൻ തൊഴിലാളിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച ഇന്ത്യക്കാർ. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇറ്റലിയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ തൊഴിലുടമ ഉപേക്ഷിച്ച സത്നാം സിംഗിന്റെ മരണത്തിൽ. വൈക്കോൽ മുറിക്കുന്നതിനിടെയാണ് സത്നാമിന്റെ കൈ നഷ്ടപ്പെട്ടത്. ഇന്ത്യയിലും UAE-ലും പ്രാദേശിക കറൻസികളിൽ വിനിമയം നടത്താവുന്ന ജയ്വാൻ ഡെബിറ്റ് കാർഡുകൾ ജനങ്ങളിലേക്ക്. പദ്ധതി പ്രചാരത്തിലുള്ള 1 കോടി ഡെബിറ്റ് കാർഡുകൾക്ക് പകരമായി 2.5 വർഷത്തിനകം ജയ്വാൻ കാർഡുകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ. ജയ്വാൻ കാർഡുകൾക്ക് സാങ്കേതിക സൗകര്യമൊരുക്കി ഇന്ത്യയുടെ റൂപേ കാർഡ്. നിലവിൽ രാജ്യാന്തര കമ്പനികളായ വിസയും മാസ്റ്ററുമാണ് UAE ബാങ്കുകൾക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. UAE-യിൽ
ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷോപ്പിംഗ് നടത്താനും ഭക്ഷണം കഴിക്കാനും ഇനി നിലവിലുള്ള UPI ആപ്പ് ഉപയോഗിക്കാം. ഇതിനായി ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺപേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള UPI ആപ്പ് ഉപയോഗിച്ച് പണമിടപാട് നടത്താം. എല്ലാ ഇടപാടുകളും ഇന്ത്യൻ രൂപയിൽ പ്രോസസ് ചെയ്യപ്പെടും. പേയ്മെന്റ് സമയത്ത് മെഷീനിൽ നിലവിലുള്ള കറൻസി വിനിമയ നിരക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കുകയും ചെയ്യും. ബഹ്റൈനിൽ വേനൽക്കാല ഉച്ചവിശ്രമം നിർബന്ധമാക്കി. ലംഘിച്ചാൽ ജൂലൈ 1 മുതൽ കർശന നടപടി. നിർദ്ദേശം തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈന്റേത്. ഉച്ചവിശ്രമ സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെ. യുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനും ഹിസ്ബുല്ലയ്ക്കുമിടയിൽ നയതന്ത്ര നീക്കം നടത്തുമെന്ന് അമേരിക്ക. യുദ്ധം ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി. ഇസ്രയേൽ ലെബനൻ സംഘർഷം ഗൾഫ് മേഖലാ യുദ്ധമായി മാറുമെന്നും മുന്നറിയിപ്പ്. നികുതി വർധന നിർദ്ദേശങ്ങളിൽ കെനിയയിലെ പ്രക്ഷോഭം കടുക്കുന്നു. പ്രക്ഷോഭങ്ങൾക്കിടെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ആക്രമണം. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കെനിയയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. അനാവശ്യ യാത്ര ഒഴിവാക്കുവാനും എംബസി നിർദ്ദേശം. സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ വീട് കുത്തി തുറന്ന് 15 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി വേണുഗാനൻ. പിടിയിലായത് നിരവധി സ്റ്റേഷനുകളിൽ പല. സുൽത്താൻ ബത്തേരി പോലീസ് ഇയാളെ പിടികൂടിയത് തൃശൂരിൽ നിന്ന്. മലപ്പുറം എടവണ്ണയിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. മലപ്പുറം എടവണ്ണ സ്വദേശിയുടെ സ്കൂട്ടറിനാണ് തീപിടിച്ചത്. സംഭവം ഇന്ന് രാവിലെ 10:30ഓടെ. യാത്രക്കാർ രക്ഷപ്പെട്ടത് പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തി ഓടി മാറിയതിനാൽ. അറബ് ലോകത്തെ ഗതാഗതക്കുരുക്കിൽ കുവൈറ്റ് സിറ്റി 6ാം സ്ഥാനത്ത്. നഗരങ്ങൾക്ക് റാങ്ക് നൽകിയത് പ്രമുഖ ട്രാഫിക് ഡാറ്റ അനലിസ്റ്റ് കമ്പനിയായ ഇൻറിക്സ് പുറത്തിറക്കിയ ഗ്ലോബൽ ട്രാഫിക് സ്കോർ റെക്കോർഡ് ഫോർ 2023 അനുസരിച്ച്. ദുബൈയാണ് തിരക്കേറിയ അറബ് നഗരം. റിയാദും അബുദാബിയും തൊട്ടുപിന്നിലുണ്ടെന്നും റിപ്പോർട്ട്. നായ്ക്കളിൽ വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കി UAEയിലെ വെറ്റിനറി സർജൻമാർ. ഇത്തരമൊരു നേട്ടം മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി. 3 നായ്ക്കളുടെ ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് അബുദാബി ബ്രിട്ടീഷ് വെറ്റിനറി സെന്ററിൽ. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് 7 പേരുടെ വിദഗ്ധ സംഘം. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ 3 നായ്ക്കളും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയതായും ഡോക്ടർമാർ. മലയാള നാടകവേദിയുടെ അതുല്യ പ്രതിഭ കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മകൾക്ക് ഇന്ന് 8 വയസ്സ്. പാശ്ചാത്യ നാടകങ്ങളുടെ ശൈലി അപ്പാടെ പകർത്തിയിരുന്ന കാലത്ത് തനത് നാടകവേദി എന്ന ആശയത്തിലൂടെ മലയാളത്തിലെ ആധുനിക നാടക പ്രസ്ഥാനത്തിന് വഴിവെട്ടുകയായിരുന്നു കാവാലം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് 2016 ജൂൺ 26-ന് 88-ാം വയസ്സിലായിരുന്നു അന്ത്യം. മലയാള സിനിമയുടെ അകലം പാലിച്ച OTT പ്ലാറ്റ്ഫോമുകൾ. വാങ്ങാനാളില്ലാതെ ഷെൽഫിലുള്ള സിനിമകൾ നിരവധി. തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾക്ക് പോലും തീരെ കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്ത OTT കമ്പനികൾ. വിജയിച്ച ചിത്രങ്ങൾ മാത്രം ചെറിയ തുകയ്ക്ക് എടുത്താൽ മതിയെന്ന് തീരുമാനിച്ച പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ. സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കുവാൻ താൽപര്യപ്പെട്ട കമ്പനികൾ. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായിക്ക്
ഓണറേറിയവും ഓഫീസ് ചെലവും അനുവദിച്ച് സർക്കാർ. നടപടി കലാമണ്ഡലം രജിസ്ട്രാറുടെ അപേക്ഷാപ്രകാരം. മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് 2022 ഡിസംബറിൽ. സ്പേസ് എക്സിൽ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങിയ ISRO. ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇന്ത്യൻ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കുക. ഓഗസ്റ്റിൽ വിക്ഷേപണം നടത്തുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് മെസ്സഞ്ചറിൽ കാണുന്ന നീല വളയം മെറ്റയുടെ AI ചാറ്റ് ബോട്ട് എന്ന് വ്യക്തമാക്കി കമ്പനി. ഫീഡുകൾ, ചാറ്റുകൾ എന്നിവയിൽ ഇനി മെറ്റ AI ഉപയോഗിക്കാനാകും. സൗജന്യമായി ഉപയോഗിക്കാനും ആകുന്ന ഏറ്റവും ബുദ്ധിമാനായ AI അസിസ്റ്റന്റ് ആണെന്നും മെറ്റ. ഇതുപയോഗിച്ച് ആപ്പുകളിൽ കാര്യങ്ങൾ ചെയ്യുവാനും കണ്ടന്റ് സൃഷ്ടിക്കുവാനും വിഷയങ്ങളിൽ കൂടുതൽ അറിവ് കണ്ടെത്തുന്നതിനും സാധിക്കുമെന്നും കമ്പനി. ഐഫോണുകൾ നിർമ്മിച്ചു നൽകുവാൻ കരാറെടുത്ത ഫോക്സ്കോണിന്റെ തമിഴ്നാട്ടിലെ പ്ലാന്റിൽ വിവാഹിതരായ വനിതകളെ ജോലിക്കെടുക്കില്ലെന്ന റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ജോലിയിലേക്കാൾ ശ്രദ്ധ കുടുംബകാര്യങ്ങളിലായിരിക്കുമെന്ന കാരണത്താലാണ് തൊഴിൽ നൽകാത്തതെന്ന റിപ്പോർട്ടിൽ. ചെന്നൈ ശ്രീ പെരുമ്പൂത്തൂരിലെ ഇവരുടെ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ നിന്നും വിവാഹിതകളെ ഒഴിവാക്കിയിട്ടുണ്ട്. വളർത്തുമത്സ്യമായ പാക്യുവിനെ വളർത്തുന്നതിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് വിദേശ മത്സ്യങ്ങളെ ഇന്ത്യയിൽ വളർത്താൻ അംഗീകാരം നൽകുന്ന ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ച്. തീരുമാനം രാജ്യവ്യാപകമായി പാക്യു മത്സ്യത്തിന്റെ കൃഷി നിയന്ത്രിതമാക്കാൻ. ദേശീയപാതകളിലെ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം അടുത്ത വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കുവാനുള്ള കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. ഡിസംബറിനുള്ളിൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക. ദേശീയപാതയിലെ 5000 കിലോമീറ്റർ ദൂരം. രാജ്യവ്യാപകമായി പദ്ധതി നടപ്പിലാക്കുക. വേണ്ട പരിഷ്കാരങ്ങൾക്ക് ശേഷം. പുതിയ റെക്കോർഡിട്ട് നിഫ്റ്റി. ടെലികോമിൽ വൻ കുതിപ്പ്. ഇന്നലെ നിർത്തിയിടത്ത് നിന്ന് വ്യാപാരം ആരംഭിച്ച ഇന്ത്യൻ വിപണി റിലയൻസിന്റെയും മുൻനിര ബാങ്കുകളുടെയും പിന്തുണയിൽ വീണ്ടും കാഴ്ചവെച്ചത് റെക്കോർഡ് തിരുത്തിയ പ്രകടനം. 23,723 വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി 23,889 പോയിന്റ് എന്ന പുതിയ ഉയരം കുറിച്ചു. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 78,674 പോയിന്റിൽ. ഫിനാൻഷ്യൽ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന് 36 കോടി രൂപ ലാഭവിഹിതം നൽകും. തീരുമാനം KFCയുടെ 71ാമത് വാർഷിക പൊതുയോഗത്തിൽ. അറ്റാദായത്തിലും ഗണ്യമായ വർധന രേഖപ്പെടുത്തി KFC. വർധന മുൻ വർഷത്തെ 50.19 കോടി രൂപയിൽ നിന്ന് 47.54%. വായ്പ ആസ്തി ആദ്യമായി 7,368 കോടിയിലെത്തി. സ്ഥാപനത്തിന്റെ മൊത്തം ആസ്തി നടപ്പു വർഷത്തിൽ 1,064 കോടി രൂപയിലെത്തി. $100 ബില്യൺ ക്ലബിൽ ഇടം നേടി പ്രമുഖ സ്വകാര്യ ബാങ്കായ ICICI ബാങ്കും. ബാങ്കിന്റെ വിപണി മൂല്യം $100 ബില്യൺ ഭേദിച്ചു. ബാങ്ക് നേട്ടം കൈവരിച്ചത് ഇന്നലെ ഓഹരി വില 2.48% വർദ്ധിച്ച് 1,1199.05 രൂപയിലെത്തിയതോടെ ICICI ബാങ്ക് വിപണി മൂല്യം $100 ബില്യൺ കടക്കുന്ന 6ാമത്തെ ഇന്ത്യൻ കമ്പനി. കേരള ബാങ്കിനെ C ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തി. ബാങ്കിന് തിരിച്ചടിയായത്
7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% കൂടിയത്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വ്യക്തിഗത വായ്പ നൽകുവാൻ പാടില്ലെന്ന കർശന നിയന്ത്രണം. ഇതിനോടകം വിതരണം ചെയ്ത വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും നിർദ്ദേശം. ചെറുകിട കച്ചവടക്കാരെ വലച്ച് സംസ്ഥാന സർക്കാരിന്റെ കെ-സ്മാർട്ട്. വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനേകം രേഖകൾ കെ-സ്മാർട്ട് വഴി ലൈസൻസ് പുതുക്കാൻ ആവശ്യം. പുതിയ നിബന്ധനകൾ പലർക്കും തിരിച്ചടിയായിട്ടുണ്ട്. ലൈസൻസ് പുതുക്കാനുള്ള സമയം അവസാനിക്കുക ഈ മാസം 30. T20 ലോകകപ്പിൽ ഫൈനലിസ്റ്റുകളെ നാളെ അറിയാം. സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയും നേരിടും. മഴ ഭീഷണിയിൽ മത്സരങ്ങൾ. ICC T20 റാങ്കിങ്ങിൽ ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഒന്നാമത്. നേട്ടം ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെ പിന്തള്ളി. ഫിൽസാൾട്ട്, ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരും ആദ്യ 5-ൽ. ബൗളർമാരിൽ ആദിൽ റഷീദ് 1-ാം റാങ്കിൽ. ഇന്ത്യൻ താരം അർഷ്ദീപ് സിംഗിനെതിരെ ഗുരുതര ആരോപണവുമായി പാകിസ്ഥാൻ മുൻ താരം ഇൻസമാം ഉൽ ഹഖ്. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ പന്തിൽ കൃത്രിമം കാണിച്ചെന്ന ഇൻസമാം പാകിസ്ഥാൻ മുൻ താരത്തിന്റെ ആരോപണം പാകിസ്ഥാനിലെ ടെലിവിഷൻ ഷോയിൽ. മത്സരത്തിൽ അർഷ്ദീപ് നേടിയത് 3 വിക്കറ്റ്. ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ച് കോച്ച് ക്രെയ്ഗ് ഫുൾട്ടൺ. ഒരേ ഒരു ഗോൾ കീപ്പറായി മലയാളി താരം PR ശ്രീജേഷും 16-അംഗ ടീമിൽ. ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റൻ. ആദ്യ ഒളിമ്പിക്സിന് ഒരുങ്ങി ടീമിൽ 5 താരങ്ങൾ. കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടറിൽ. ചിലിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. 88-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി ലൗട്ടറോ മാർട്ടിനസ്. ചിലിക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ ലിയോണൽ മെസ്സി അടുത്ത മത്സരത്തിൽ കളിച്ചേക്കില്ല. നോക്കൌട്ടിലെത്തിയതിനാൽ വിശ്രമം നൽകിയേക്കും. പരിക്ക് സാരമുള്ളതല്ല എന്ന് മെസ്സി. മത്സരം പൂർത്തിയാക്കാനായതിൽ സന്തോഷമെന്നും അർജന്റീനൻ നായകൻ. തന്റെ ഫുട്ബോളിലെ നേട്ടങ്ങളെല്ലാം ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണെന്ന് ലിയോണൽ മെസ്സി. ചെറുപ്പകാലത്ത് ഫുട്ബോൾ താരമാകാൻ സ്വയം ഒന്നും ചെയ്തിരുന്നില്ല. അത് ദൈവം തെരഞ്ഞെടുത്തതാണ്. തനിക്ക് ലഭിച്ച അവസരം മികച്ചതാകാൻ പരമാവധി ശ്രമിച്ചുവെന്നും സ്പാനിഷ് മാധ്യമത്തോട് അർജന്റീൻ നായകൻ. യൂറോ കപ്പിൽ ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾക്ക് ഇന്ന് അവസാനം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ പോർച്ചുഗൽ ഇന്ന് ജോർജിയയ്ക്കെതിരെ. ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം, യുക്രൈൻ, റൊമാനിയ, സ്ലോവാക്യ ടീമുകൾക്ക് ജീവൻ മരണ പോരാട്ടം. അന്താരാഷ്ട്ര ഉത്തേജക മരുന്ന് ഏജൻസിയായ വാഡയ്ക്കെതിരെ അമേരിക്കയുടെ ഇതിഹാസ നീന്തൽ താരം മൈക്കേൽ ഫെൽപ്സ്. ഉത്തേജക മരുന്ന് പരിശോധനയിലും നയത്തിലും വെള്ളം ചേർക്കുന്നുവെന്ന അമേരിക്കൻ താരം. പിടിക്കപ്പെട്ട ചൈനീസ് താരങ്ങളെ മത്സരിപ്പിക്കുവാൻ അനുവദിച്ചതിൽ വിമർശനം. ഇന്ത്യൻ താരം ഉദാന്ത സിംഗ് ഒഡീഷ FC-യിലേക്ക് ഗോവയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് കരാർ ഒപ്പുവയ്ക്കും. ബംഗളൂരുവിനായി 100-ലധികം മത്സരങ്ങൾ കളിച്ച താരം. യൂറോ
കപ്പ് മത്സരത്തിനിടെ സ്വന്തം കാണികൾ കൂവിയതിലും കപ്പുകൾ വലിച്ചെറിഞ്ഞതിലും അതൃപ്തി പരസ്യമാക്കി ഇംഗ്ലണ്ട് പരിശീലകൻ ഗാരത്ത് സൗത്ത്ഗേറ്റ്. അസാധാരണമായ സാഹചര്യമെന്ന വിമർശനം. പിന്തുണയ്ക്കുന്നവർക്ക് ടീമിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് ഇംഗ്ലണ്ട് പരിശീലകൻ.